ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡാണ്. അതിനായി ഞാനിവിടെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് കൂട്ടിയിടാം. ഇനി ഒരു ബൗൾ എടുത്തു വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ ഒരു കസ്റ്റാർഡ് പൗഡറാണ്. ഇതിൽ നിന്നും 4 ടേബിൾ സ്പൂൺ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം പൊടി കലക്കാനായി ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ട പിടിക്കാതെ കലക്കിയെടുക്കാം. ഇനി അടുപ്പത്ത് ഒരു ബൗൾ വെച്ച ശേഷം അതിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പാൽ നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഇനി കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു അനാർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഈത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 2 ആപ്പിള് തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണിത്. 2 കപ്പ് കുരുവില്ലാത്ത മുന്തിരി അരിഞ്ഞു വെച്ചതാണിത്. 1 ഷമാമിൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞു വെച്ചതാണിത്. ഇനി വലിയൊരു ബൗൾ എടുത്ത് അതിലേക്ക് ഷമാം ഇട്ട് കൊടുക്കാം. ഇനി ആപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി അതിനു മുകളിലായി അനാർ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഫ്രൂട്ട് സലാഡ് സെറ്റ് ചെയ്യാം. അതിനായി ചെറിയ കുട്ടി ബൗളുകളിലേക്ക് ആദ്യം ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിനു മുകളിലായി കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. അതിനു മുകളിലായി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ചെറി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.